ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ലാസ്റ്റ് പാർട്ടുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ നല്ലപോലെ ഒബ്സർവ് ചെയ്യുക, എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കുക, ഞാനതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പം നേരം അധികം കളയുന്നില്ല, നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരു സമൂഹശാസ്ത്രജ്ഞൻ്റെ സാമൂഹിക ഉത്തരവാദിത്തത്തെ മികച്ച രീതിയിൽ കാണിക്കുന്ന പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ്: എ, ഒരു സമൂഹശാസ്ത്രജ്ഞന് ഒരു ഉത്തരവാദിത്വവുമില്ല. 2, സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരെ പോരാടേണ്ടത് ഒരു സമൂഹശാസ്ത്രജ്ഞൻ്റെ ഉത്തരവാദിത്തമാണ്. സി, ഒരു സോഷ്യോളജിസ്റ്റിൻ്റെ സാമൂഹിക ഉത്തരവാദിത്തം പ്രശ്നം അതേപോലെ പഠിക്കുക എന്നുള്ളതാണ്. ഡി, ഒരു സോഷ്യോളജിസ്റ്റ് ഭാഗികമായി ഉത്തരവാദിത്തങ്ങൾ മാത്രമേ ഏറ്റെടുക്കുന്നുള്ളൂ. ഈ 4 ഓപ്ഷൻസിലും ഏതാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അതാണ് എഴുതേണ്ടത്. 4 നിങ്ങൾ കൃത്യമായിട്ട് ഒന്നും കൂടി നിങ്ങളുടേതായ രീതിയിൽ വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സോഷ്യോളജിസ്റ്റിൻ്റെ യഥാർത്ഥ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇതിൽ ഓപ്ഷൻ ബി ആണ്. അതായത് സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കുക ശാസ്ത്രീയമായിട്ട്, എന്നിട്ട് അതിനെ പഠിക്കുക, പോരാടുക. അതായത് അതിന് ഒരു നല്ല സൊല്യൂഷൻ കൊണ്ടുവരിക, സയൻറ്റിഫിക്കായ സൊല്യൂഷൻ, ശാസ്ത്രീയമായ പരിഹാരം നിർദ്ദേശിക്കുക എന്നതാണ് ആത്യന്തികമായി ഒരു സമൂഹശാസ്ത്രജ്ഞൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ. സോ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇൻ ഇംഗ്ലീഷ്, ക്വസ്റ്റ്യൻ നമ്പർ 1, ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ബെസ്റ്റ് റിഫ്ലക്റ്റ് ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എ സോഷ്യോളജിസ്റ്റ്. ഓപ്ഷൻ എ, എ സോഷ്യോളജിസ്റ്റ് ഹാസ് നോ റെസ്പോൺസിബിലിറ്റി. ഓപ്ഷൻ ബി, it is the responsibility of a sociologist to fight against social problems. Option C, a sociologist's social responsibility to study the problem as it is. Option D, a sociologist only takes partial responsibilities. You have to go through the options, read it carefully, then find out the right option. We know that the primary responsibility of a sociologist is to study about social problems and suggesting some scientific solution for it. So the right answer is option B. It is the responsibility of a sociologist to fight against social problems. Question number 2, sociology emerged in dash. സമൂഹശാസ്ത്രം എവിടെയാണ് ഉത്ഭവിച്ചത് അഥവാ ഉണ്ടായത്? ഓപ്ഷൻസ് എ, അമേരിക്ക. ഓപ്ഷൻ ബി, യൂറോപ്പ്. ഓപ്ഷൻ സി, ഏഷ്യ. ഓപ്ഷൻ ഡി, ആഫ്രിക്ക. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ത്രൂ ഔട്ട് പഠിച്ചതാണ് സമൂഹശാസ്ത്രം ഉത്ഭവിച്ചത് എവിടെയാണ്? വെസ്റ്റേൺ യൂറോപ്പിലാണ്. അതായത് 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഉടലെടുത്ത ഒരു ശാസ്ത്രമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അതിൻ്റെ ഒറിജിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇൻ്റലക്ച്വലായ ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട്, അതോടൊപ്പം മെറ്റീരിയൽ ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ്. വെസ്റ്റേൺ യൂറോപ്പിൽ 19-ാം നൂറ്റാണ്ടിൽ 19th സെഞ്ച്വറിയിൽ ഉണ്ടായ ഒരു ശാസ്ത്രമാണ് സോഷ്യോളജി. ഉത്ഭവത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെയാണ് പ്രശ്നങ്ങൾ? ഇൻ്റലക്ച്വലായ ചാൾസ് ഡാർവിൻ്റെ ഓർഗാനിക് എവല്യൂഷൻ, ഹെർബർട്ട് സ്പെൻസറുടെ സോഷ്യൽ എവല്യൂഷൻ, അതുപോലെ തന്നെ എൻലൈറ്റൻമെൻറ്റ്, അത് ഇങ്ങനത്തെ വേരിയസ് റീസൺസ് സോഷ്യോളജിയുടെ ഒറിജിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ വെസ്റ്റേൺ യൂറോപ്പാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അതോടൊപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, 19-ാം നൂറ്റാണ്ടിലാണ് സോഷ്യോളജി എമർജ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ സോഷ്യോളജി ഈസ് എ യങ്ങസ്റ്റ് ഡിസിപ്ലിൻ. സമൂഹശാസ്ത്രം വളരെ പ്രായം കുറഞ്ഞ ഒരു
ശാസ്ത്രമാണ്, ഒരു യങ് ആയ സോഷ്യൽ സയൻസാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം ഈ അടുത്ത കാലത്ത്, അതായത് ഓൺലി 19th സെഞ്ച്വറിയിൽ 19ാം നൂറ്റാണ്ടിൽ ഉദയം കൊണ്ടതാണ് വെസ്റ്റേൺ യൂറോപ്പിൽ. അതുകൊണ്ട് തന്നെ സോഷ്യോളജി ഒരു യങ്ങസ്റ്റ് ശാസ്ത്രമാണ്. Question number 3. Do you agree with the views of colonial administrators and Western sociologists about Indian society? Why? ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെയും പാശ്ചാത്യ സാമൂഹ്യശാസ്ത്രജ്ഞരുടെയും വീക്ഷണങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതായത് ഈ ചോദ്യത്തിൽ പറയുന്നത് ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിച്ച കൊളോണിയൽ ഭരണകർത്താക്കളും അതുപോലെ തന്നെ വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റും ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യോജിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻ നമ്പർ 3ൻ്റെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ചോദ്യത്തോട് യോജിക്കുന്നുണ്ടോ എന്നാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ പറയേണ്ടത് നോ, യോജിക്കുന്നില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ്. ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ വന്ന കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകർത്താക്കളാണ്. ഏതൊരു ഭരണകർത്താക്കൾക്കും ഭരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നല്ല പോലെ മനസ്സിലായാൽ മാത്രമേ അവരുടെ സാമ്രാജ്യം വളരെ ഇഫക്റ്റീവായ രീതിയിൽ കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന ഉടനെ തന്നെ അവർ ശ്രമിച്ചത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്നതിന് വേണ്ടിയാണ്. ആ സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ജാതി വിഭാഗങ്ങൾ, ഗോത്രവർഗ്ഗങ്ങൾ എന്നിവരുടെ സംസ്കാരവും സാമൂഹികമായ പ്രത്യേകതകളും മനസ്സിലാക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് സെൻസസ്, സർവേ തുടങ്ങിയ റിസർച്ച് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടനിൽ നിന്നും വരുത്തിച്ച നരവംശാസ്ത്രജ്ഞരെയും സമൂഹശാസ്ത്രജ്ഞരെയും ഉപയോഗിച്ച് ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി. ആ പഠനങ്ങളാണ് ഇന്ത്യൻ സമൂഹം എങ്ങനെയാണെന്ന് നമ്മൾ വിലയിരുത്തുന്നതിനുള്ള ചില റിപ്പോർട്ടുകൾ. അത്തരം പഠനങ്ങൾ പറയുന്നത് ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ഒരു മാറ്റമില്ലാത്ത കെട്ടിക്കിടക്കുന്ന തടാകം പോലെയുള്ള സമൂഹമാണ് എന്നാണ്. സത്യത്തിൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് നിരവധി തെറ്റിദ്ധാരണകളാണ് പറഞ്ഞ് പരത്തിയത്. ഇതിൽ ഒരു തെറ്റിദ്ധാരണയാണ് ഇന്ത്യൻ സൊസൈറ്റി ഈസ് അൺചേഞ്ചിങ്, മാറ്റമില്ലാത്തതാണ്, അല്ലെങ്കിൽ ഒരു കെട്ടിക്കിടക്കുന്ന തടാകം പോലെയാണ് എന്ന് പറഞ്ഞത്. മറ്റൊരു തെറ്റിദ്ധാരണയാണ് ഇന്ത്യൻ ഗ്രാമം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും ശൈശവാവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു സ്റ്റേജിലാണ്, ഒരു ഘട്ടത്തിലാണ് ഇന്ത്യൻ സമൂഹം എന്ന് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റത്തത് ഇന്ത്യൻ സൊസൈറ്റി അൺചേഞ്ചിങ് ആണ് എന്ന് പറഞ്ഞു, മാറ്റമില്ലാത്തതാണെന്ന് പറഞ്ഞു. രണ്ടാമത്തത് ഇന്ത്യൻ സൊസൈറ്റിയുടെ ആ വളർച്ചാഘട്ടം എന്ന് പറയുന്നത് ഇപ്പോഴും മനുഷ്യ സമൂഹത്തിൻ്റെ ശൈശവാവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. മൂന്നാമത്തത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതായത് സമൂഹശാസ്ത്രം പഠിക്കുന്നത് വ്യാവസായിക സമൂഹത്തിലെ മനുഷ്യ സമൂഹത്തെക്കുറിച്ചും സോഷ്യൽ ആന്ത്രോപോളജി പഠിക്കുന്നത് പുരാതന ലളിത സമൂഹങ്ങളെക്കുറിച്ചുമാണ് എന്നുള്ള രീതിയിലാണ് അവർ ഈ രണ്ട് ശാസ്ത്രത്തെയും കണ്ടത്. അപ്പം മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സും വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റും ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് തെറ്റായ ധാരണകളാണ് പരത്തിയത്. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങളോട് നമുക്ക് യോജിക്കേണ്ടതില്ല എന്ന തരത്തിലാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. അതിന് കാരണം അവർ തെറ്റായ ധാരണകളാണ് പരത്തിയത്. അവർ പറഞ്ഞത് ഇന്ത്യൻ സമൂഹം കെട്ടിക്കിടക്കുന്ന തടാകം പോലെയാണ്, മാറ്റമില്ലാത്തതാണ്, ശൈശവാവസ്ഥയിലാണ്. അതുപോലെ തന്നെ സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും ഇന്ത്യൻ സാഹചര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത്. Question 3 in English. The view of colonial administrators and Western sociologists regarding Indian society was wrong. So you have to write no for the questions first. Then you have to describe
The view of colonial administrators and Western sociologists regarding Indian society is totally wrong and misconception. They spread a lot of incorrect and misconception regarding Indian society. As far as the colonial administrators are concerned, they were mainly the British administrators. They came to India in order to rule Indian society and established their kingdom here. For establishing their kingdom, they need to understand the social and cultural features of Indian society at first. For that, they conducted many surveys and census, and they used many gazetteer to understand the tribes and castes of Indian society. For this, many of the British administrators and Western sociologists came from Britain and they began to study the Indian society. Their study reports were mainly loaded with misconceptions regarding Indian society. They said Indian society as mainly unchanging. Indian villages are unchanging and it is like a stagnant pond. They also said that Indian society is in a stage of infancy. It has not grown well. It is still in the primitive stage as far as the Western society is considered. And they saw little difference between sociology and anthropology in Indian context. In Indian context, sociology study human society about the industrialized world or the modern world, as social anthropology studies simple societies of non-Westerns. Mainly social anthropology concentrate on cultural aspects of the simple people, that means the tribal people. So you have to give an answer first. You won't agree with these questions because they spreaded all type of misconception regarding Indian society. They depicted Indian society as unchanging and in the stage of infancy. Indian society is like a stagnant pond. So you need not accept their views. Okay. Question number 4. Distinguish between sociology and anthropology. സമൂഹശാസ്ത്രവും നരവംശശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 4ൻ്റെ ആൻസർ നരവംശശാസ്ത്രവും സമൂഹശാസ്ത്രവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ ആൻസർ എഴുതുമ്പം വളരെ പോയിൻറ്റഡ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ചില കുട്ടികൾ എല്ലാ കാര്യങ്ങളും വളരെ ഡിസ്ക്രൈബിംഗ് ആയിട്ട് ഇങ്ങനെ പരത്തി എഴുതും. അങ്ങനെ നിങ്ങൾ ആൻസർ എഴുതരുത്. ഏതൊരു പരീക്ഷയ്ക്കാണെങ്കിലും നിങ്ങൾ വളരെ പോയിൻറ്റഡ് ആയിട്ട് എഴുതുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്ക് കിട്ടുകയുള്ളൂ. അതിന് നിങ്ങൾ എപ്പോഴും ശ്രമിക്കേണ്ടതാണ്. നമുക്ക് ആൻസറിലേക്ക് വരാം. ഒരു ഭാഗത്ത് നരവംശശാസ്ത്രം എന്ന് എഴുതുന്നു, മറ്റൊരു ഭാഗത്ത് സമൂഹശാസ്ത്രം എന്ന് എഴുതുന്നു. നരവംശശാസ്ത്രത്തിലെ ഫസ്റ്റ് പോയിൻ്റ്, ലളിത സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് നരവംശശാസ്ത്രം. അതായത് ഒരു പ്രത്യേക സമൂഹത്തെ എടുത്തുകൊണ്ട്, മിക്കവാറും അതൊരു പ്രാചീന സമൂഹമായിരിക്കും. ആ പ്രാചീന സമൂഹത്തിൻ്റെ ഗോത്രവർഗ്ഗക്കാർ, അവരുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ, ഇതൊക്കെ ആധുനിക സമൂഹത്തെക്കുറിച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ സാങ്കേതിക വിദ്യകളായിരിക്കും, വളരെ ലളിതമായ സാങ്കേതിക വിദ്യകളായിരിക്കും അവരുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകുക. അപ്പോൾ ആ ലളിത സമൂഹങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ പഠനമാണ് നരവംശശാസ്ത്രം നടത്തുന്നത്. എന്നാൽ സമൂഹശാസ്ത്രം സങ്കീർണമായ സമൂഹങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഒരുപാട് പോപ്പുലേഷനുള്ള ഭയങ്കര സാങ്കേതിക വിദ്യയൊക്കെയുള്ള ഒരു സമൂഹമാണ് സമൂഹശാസ്ത്രത്തിൻ്റെ പഠന വിധേയമാക്കുന്നത്. രണ്ടാമത്തെ പോയിൻ്റ്, പ്രാകൃത സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നരവംശശാസ്ത്രം. പ്രാകൃതം എന്ന് പറയുമ്പോൾ അധികവും ഗോത്രവർഗ വിഭാഗങ്ങൾ, അവരുടെ സംസ്കാരം, അവരുടെ ജീവിത രീതി, അവരുടെ മാരേജ്, ഫാമിലി, ഇത്തരം കാര്യങ്ങളാണ് നരവംശശാസ്ത്രം അധികവും ഫോക്കസ് ചെയ്യുന്നത്. അതായത് അതൊരു പ്രത്യേക ഗ്രൂപ്പിനെ മൊത്തമായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വീക്ഷണം എന്ന് പറയുന്നത് തന്നെ മൈക്രോ ആണ്. ഒരു പ്രത്യേക ചെറിയൊരു നിലമ്പൂരുള്ള ചോലനായിക്കൻസ് എന്ന് പറയുന്ന ഒരു ഗോത്രവർഗം, അവരുടെ ജീവിത രീതികൾ, ആ ഒരു ചെറിയ ഗ്രൂപ്പിനെ
മൊത്തമായിട്ട് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഇത് നരവംശാസ്ത്രം എന്ന് പറയുന്നത്. അധികവും ഗോത്രവർഗ വിഭാഗങ്ങളും അവരുടെ പ്രാകൃത രീതികളും സംസ്കാരവുമാണ് അതിൽ പഠനവിധേയമാക്കുന്നത്. എന്നാൽ സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് അധികവും ആധുനിക സമൂഹങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. മൂന്നാമത്തത് ഫീൽഡ് വർക്ക്, പങ്കാളിത്ത നിരീക്ഷണ രീതി, എത്നോഗ്രാഫിക് പഠന രീതി എന്നിവയാണ് നമ്മൾ അധികവും നരവംശാസ്ത്രത്തെ ശാസ്ത്രീയമായി പഠിക്കുന്നതിന് ഉപയോഗിക്കുന്ന റിസർച്ച് മെത്തേഡ്, ഗവേഷണ രീതികൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗോത്രവർഗത്തെക്കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മളൊരു 3 മാസമോ 6 മാസമോ അവരുടെ എവിടെയാണോ ആ ഗ്രൂപ്പ് ഉള്ളത് ആ കാട് കയറി നമ്മൾ ആ ആദിവാസികളുടെ കൂടെ താമസിച്ച് അവരുടെ ജീവിത രീതി മൊത്തം നേരിട്ട് നിരീക്ഷിച്ച്, അതായത് പങ്കാളിത്ത നിരീക്ഷണ രീതി അഥവാ ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. എന്നിട്ട് അവരെക്കുറിച്ച് നമ്മൾ എഴുതിയുണ്ടാക്കുന്ന ഗവേഷണ രീതിയാണ് നരവംശാസ്ത്രത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ സമൂഹശാസ്ത്രത്തിൽ നമ്മൾ അധികവും സർവേ, ചോദ്യാവലി എന്നീ ഗവേഷണ രീതിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ റിസർച്ച് മെത്തേഡിൽ തന്നെ നരവംശാസ്ത്രവും സാമൂഹിക ശാസ്ത്രവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ലാസ്റ്റ് പോയിൻ്റ്, ആന്ത്രോപോളജിയിൽ നരവംശാസ്ത്രത്തിൽ നമ്മൾ അധികവും ഉപയോഗിക്കുന്നത് ക്വാളിറ്റേറ്റീവായ റിസർച്ച് മെത്തേഡാണ്. അതായത് ഗുണാത്മകമായ ഗവേഷണ രീതികൾ. അതായത് ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ ക്വാളിറ്റി, അവരുടെ സംസ്കാരത്തിൻ്റെ ഗുണമാണ് നമ്മൾ നോക്കുന്നത്. അവരെങ്ങനെ ജീവിക്കുന്നു, മറ്റ് സംസ്കാരങ്ങളുമായി കമ്പയർ ചെയ്യുമ്പം അവരുടെ സംസ്കാരത്തിനുള്ള ഗുണം എന്താണ്, അത്തരം രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഗവേഷണം നടത്തുന്നത്. അതായത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡാണ് നരവംശാസ്ത്രത്തിന് ഉപയോഗിക്കുന്നത്. എന്നാൽ സോഷ്യോളജി പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ 2 റിസർച്ച് മെത്തേഡ്സും ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഗുണാത്മകവും സാംഖ്യികവുമായ രീതികളാണ് സോഷ്യോളജി പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സാംഖ്യികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കാര്യത്തെ നമ്മളൊരു നമ്പറിലേക്ക് മാറ്റുന്നു. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ സമൂഹത്തിൽ സാക്ഷരരായവർ 75% അങ്ങനെ ആ 75 എന്നുള്ളതിലേക്ക് നമ്മൾ സാക്ഷരതയെ ഒരു നമ്പറിലേക്ക് ചുരുക്കുന്ന മെത്തേഡാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവുമായ റിസർച്ച് രീതികൾ ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രമാണ് സോഷ്യോളജി എങ്കിൽ നരവംശാസ്ത്രം അധികവും ക്വാളിറ്റേറ്റീവായ ഗവേഷണ രീതികൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 4 പോയിൻറ്റും കൃത്യമായിട്ട് പഠിക്കുക, എന്നിട്ട് നോട്ട് ചെയ്തിട്ട് എഴുതുക. Question number 4. The difference between anthropology and sociology. First point, anthropology study about simple society. Here simple society means those society that use simple techniques in their life. Regarding sociology, it studies complex societies. Complex in the sense they use high technology in their life. Then point number 2, anthropology focus primitive, non-modern and micro societies. Primitive means ancient society. Mostly anthropology studies the tribal people. They were primitive in their lifestyle. They don't use modern methods, so their life is non-modern. And micro society means, micro means small society, small societies. Whereas sociology studies modern society, modern or contemporary society. Third one, in anthropology, anthropologists use research method like field work, participant observation and ethnographies. All these research method needs a certain period, mostly 6 months or 3 months, and it may last for 3 or 4 years, which need participant observation. That means the anthropologists need to live with the field or live with the people who is going or undergone the research, and have to observe their entire lifestyle and need a ethnographic report. That means anthropology use research methods like field work, participant observation and ethnography for studying society. At the same time, sociology use survey and questionnaire for understanding society.
Last point. Mostly anthropologists conduct research using qualitative research method. Qualitative research means a research which is focused on the quality of a social phenomena. But in the case of sociology, it uses both qualitative and quantitative research method. Quantitative research method means we are converting the phenomena or the quality of something into numbers. For example, when we are studying about literacy level, we are converting the literacy rate into a particular number. For example, the 75% of the people in Kerala literate or in India is literate. So we are converting the quality of literacy into a number 75, that is quantitative. So in sociology we are using quantitative and qualitative research method, but in the case of anthropology we are only using qualitative research methods. Question number 5. Dash is the scientific study of human behavior. ഡാഷ് മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് ആഴത്തിലുള്ള ശാസ്ത്രീയ പഠനം നടത്തുന്നു. അഞ്ചാമത്തെ ചോദ്യത്തിനുത്തരം മനഃശാസ്ത്രം. മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠനം നടത്തുന്ന ശാസ്ത്രമാണ് മനഃശാസ്ത്രം. സൈക്കോളജി, വിച്ച് സയൻറ്റിഫിക്കലി സ്റ്റഡി അബൌട്ട് ഹ്യൂമൻ ബിഹേവിയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഓപ്പണായിട്ട് ചോദിക്കാൻ മറക്കരുത്. ഞാൻ ആ നിമിഷം തന്നെ നിങ്ങൾക്ക് ആൻസർ തരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഇനി അടുത്ത ചാപ്റ്ററിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.